ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? നീ തപ്പാ തലം ബാക്കിയൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷൻ തപ്പിയാ? ഇല്ലല്ല, ഞങ്ങൾ അവിടെയിരുന്നു. സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത്. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ്. തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാതെ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാതെ ഇവിടെ ജനിച്ചത്. ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ്. അച്ഛൻ മരിച്ചതിന്റെ പിറ്റേന്ന് വീട് ഭാഗം വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. ചവിട്ടിയേ? അത് സ്വന്തം അമ്മയെ? പിന്നെ വല്ലവന്റെ അമ്മയെ നമുക്ക് ചവിട്ടാൻ പറ്റും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിതിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട കണ്ട മാന്യൻ മനസ്സിലേക്കോ. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബർ ആയിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ്, ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഏട്ടൻ നിലയിൽ എന്റെ കാര്യം സേഫ് അല്ല. ഈ വക കാര്യത്തിൽ എന്റെ മനസ്സലി. ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ ആണ്. എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? കുടുംബം കുളം തോണ്ടാൻ തീരുമാനമല്ല മാഷേ? സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനിങ്ങി വന്നോട്ടെ. ഇന്നത്തോടെ അവന്റെ ഈ സ്വഭാവം ഞാൻ അവസാനിപ്പിക്കും. ആദ്യം സ്വയം നന്നാകണം, പിന്നെ വീട്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ.